എന്റെ പരാതി പോലീസ് DGP സ്വീകരിച്ചു. ആ പരാതി ആക്ഷന് വേണ്ടി ഫോർവേഡ് ചെയ്തു എന്ന് എനിക്ക് അയച്ച ഇമെയിലിന്റെ പ്രസക്ത ഭാഗങ്ങളാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക്, DGPക്ക്, പൂങ്കുഴലി മാഡത്തിന്, AIG പൂങ്കുഴലി മാഡത്തിന്, സൈബർ സെല്ലിന് പരാതി കൊടുത്തിരുന്നു. ആ പരാതി സ്വീകരിച്ച് പെറ്റീഷണർക്ക് the petition has been sent to Commissioner of Police, Trivandrum City for enquiry and further necessary action എന്ന മറുപടി തന്ന DGPക്ക് വളരെയധികം നന്ദി. വേറൊന്നും കൊണ്ടല്ല, പലപ്പോഴും സ്ത്രീകൾക്കെതിരെ വ്യാജ പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു കൊടുക്കുമ്പോൾ, അതായത് സ്ത്രീകൾ നമുക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ അതിനെതിരെ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ പോലീസ് അക്നോളജ് ചെയ്യാറ് പോലുമില്ല. IPC 211 BNS 248 പ്രകാരമാണ് ഞാൻ പരാതി കൊടുത്തത്. അതായത് എനിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നു എന്ന് പറഞ്ഞാണ് കൊടുത്തത്. ഇന്നലെ തിരുവനന്തപുരം സൈബർ സെല്ലിൽ പോയിരുന്നു, SHOയെ കണ്ടിരുന്നു. അവരുടെ കയ്യിൽ തൽക്കാലം ആ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. ശരിയായിരിക്കാം, പോലീസുകാർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ DGPക്ക്, മുഖ്യമന്ത്രിക്ക്, AIG പൂങ്കുഴലി മാഡത്തിന്, സൈബർ പോലീസിന് ഞാൻ പരാതി കൊടുത്തു. അത് DGP വൈറ്റ് അക്നോളജ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം പോലീസ് കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പെറ്റീഷൻ മോണിറ്ററിംഗ് സെല്ലിന് അയച്ചിട്ടുണ്ട്, കമ്മീഷണർ ഓഫ് പോലീസിന് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെനിക്ക് മെയിൽ വന്നു. അതോടൊപ്പം അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ സാർ നമ്മുടെ അദ്ദേഹം വഴി ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം മൂവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ പോലീസ് നോട്ടീസ് തരാതെയാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. ആ നോട്ടീസ് തരാതെ അറസ്റ്റ് ചെയ്തത് 16 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. സമാനമായ ഒരു സാഹചര്യം ഉണ്ടാതിരിക്കാനാണ് അത് ചെയ്തത്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഈ പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല. കൂടുതൽ നമ്മുടെ പുരുഷന്മാർക്ക് നീതി കിട്ടണം. പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ നടപടി ഉണ്ടാകണം. അങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആൾക്കെതിരെ നടപടി ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയെ, ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കള്ളക്കേസിൽ കുടുക്കിയ സ്ത്രീക്കെതിരെ, ഞാൻ അവരുടെ പേരിപ്പം പറയാത്ത വേറൊന്നും കൊണ്ടല്ല, എന്നോട് അഡ്വക്കേറ്റ്സ് പറഞ്ഞിരിക്കുന്നത്, അലക്സ് കെ ജോൺ സാർ ആകട്ടെ, ഒരുപാട് പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സ് ഒക്കെ സുഹൃത്തുക്കളായിട്ടുണ്ട്, അഡ്വക്കേറ്റ് ശ്യാം സാർ ആകട്ടെ, അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാറിനെ പോലെ വലിയൊരു അഡ്വക്കേറ്റ് ആകട്ടെ, ഇവരെല്ലാം നമ്മൾ പല കാര്യങ്ങളിലും എൻഗേജ് ചെയ്യുകയും പഠിക്കുകയും അവരുടെ സപ്പോർട്ട് എടുക്കുകയും ഒക്കെ ചെയ്തു. സുപ്രീം കോടതിയിൽ സമാനമായി നമ്മുടെ സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരെല്ലാം പറഞ്ഞത് ഒരു സ്ത്രീയുടെയും പേര് നീ പറയരുത്, അത് വേണമെങ്കിൽ വേറൊരു കേസിലേക്ക് എത്തിക്കാനുള്ള വഴിയാകും. അതുകൊണ്ട് ഒരു സ്ത്രീയുടെയും പേര് പറയുന്നില്ല. പകരം ഉമ്മൻചാണ്ടി സാറിനെ കള്ളക്കേസിൽ ഒരു സ്ത്രീ കുടുക്കിയല്ലോ, വ്യാജ അതിജീവിതയായിരുന്നല്ലോ അവർ. ആ സ്ത്രീ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോലും പോയി കള്ളം പറഞ്ഞു. 164 കള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ? നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ നിവിൻ പോളി തിരിച്ചു പരാതി കൊടുത്തു. എന്തെങ്കിലും നടപടി എടുത്തോ എന്ന് എനിക്കറിയില്ല. നടപടി എടുത്തതായി നമ്മൾ കണ്ടില്ല. പരാതി കൊടുത്തു എന്നൊരു വാർത്ത മാത്രമേ കണ്ടുള്ളൂ. ശ്രീ എൽദോസ് കുന്നപ്പള്ളി എന്ന കോൺഗ്രസ് MLA-ക്കെതിരെ, പെരുമ്പാവൂർ MLA-ക്കെതിരെ വ്യാജ പരാതി കൊടുത്തു. എന്തെങ്കിലും നടപടി എടുത്തോ? ആണുങ്ങളെ കൊടുക്കാൻ അത്ര എളുപ്പമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. ശ്രീ സിദ്ദിഖ് അടക്കമുള്ള എത്രയോ പേരെ കള്ളപ്പരാതികൾ കുടുക്കി. ശ്രീ ഇടവേള ബാബുവിനെ കള്ളപ്പരാതിയിൽ കുടുക്കി. അപ്പോ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണിനെ ഈസി ആയിട്ട് കള്ളപ്പരാതി കൊടുക്കാം. അതിൻ്റെ ഒരു പ്രതിരോധമായിട്ടാണ് മെൻസ് കമ്മീഷൻ വേണ്ടത്. അതിനൊരു പ്രതിരോധമായിട്ടാണ് IPC 211 BNS 248 പ്രകാരം ഞാൻ പോലീസിന് പരാതി കൊടുക്കുകയും ഹൈക്കോടതിയിൽ സേഫ്റ്റിക്ക് വേണ്ടി ഇനിയും ഒരു തെറ്റായ അറസ്റ്റ്, ഇല്ലീഗലായ അറസ്റ്റ്, നിയമവിരുദ്ധമായ അറസ്റ്റ് ഉണ്ടാകരുത് എന്ന് ആവശ്യം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല എന്താ കോടതി വിധി എഴുതുന്നത്. കോടതി എന്ത് പറഞ്ഞാലും അതേപോലെ കേൾക്കുകയും ചെയ്യും. ഞാൻ നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തിയല്ല. പകരം നിയമത്തെ അനുസരിച്ച് നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ സിസ്റ്റം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഓർക്കുക, നിയമത്തെ അനുസരിച്ച് നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ സിസ്റ്റം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ആ പോരാട്ടത്തിലാണ് നമ്മൾ നിയമത്തിന്റെ പാതയിൽ തന്നെ നിന്നുള്ള ഈ പുരുഷ കമ്മീഷൻ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. നമ്മൾ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ റൈറ്റ് വേണം. സ്ത്രീകൾക്ക് എല്ലാ പരിഗണനയും മുൻഗണനയും കൊടുക്കണം. സ്ത്രീകൾക്ക് പ്രിഫറൻസ് കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം. പക്ഷെ ആണിനെ വേട്ടയാടരുത്. കാര്യം നമ്മുടെ അച്ഛനും നമ്മുടെ മകനും നമ്മുടെ സഹോദരനും നമ്മുടെ സുഹൃത്തും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ആ പരാതി സ്വീകരിച്ച DGPക്ക് നന്ദി. അലക്സ് ജോൺ സാർ ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡ്വക്കേറ്റ് ശ്യാം സാറിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിയിൽ എന്തെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹം സഹായിക്കണം, അദ്ദേഹം നോക്കണം. അപ്പോൾ ന്യായത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അവനോടൊപ്പമോ അവളോടൊപ്പമോ അല്ല, സത്യത്തോടൊപ്പമാണ്. സത്യം അവൾക്കൊപ്പമാണെങ്കിൽ അവൾക്കൊപ്പം, സത്യം അവനൊപ്പമാണെങ്കിൽ അവനൊപ്പം. ഓർക്കുക, അവളോ അവനോ അല്ല, ജെൻഡർ അല്ല, ആണോ പെണ്ണോ അല്ല, സത്യമാണ് പ്രധാനം, നീതിയാണ് പ്രധാനം എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ നാടിന് വരാൻ കഴിയട്ടെ. ജയ് ഗാന്ധി, ജയ് ഹിന്ദ്.